ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? അപ്പോൾ നമ്മുടെ നോമ്പായിട്ട് രണ്ടാമത്തെ വ്ളോഗാണ് കേട്ടോ. ഈ വ്ളോഗൊന്നും അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. ഈ നോമ്പൊക്കെ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളും പിന്നെ എല്ലാ വീഡിയോ എടുക്കലും ജോലി ചെയ്യലും എല്ലാം കൂടി ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞത്ര ശ്രമിക്കുന്നുണ്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ റെസിപ്പീസൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവുന്ന കരുതുന്നു. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതാ രാവിലെ നമ്മൾ അത്താഴത്തിന് നീക്കില്ല, ആ സമയത്ത് നീട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ മിറ്റടിക്കുന്ന ദിവസങ്ങൾ പിന്നെ ഉറങ്ങാറില്ല കേട്ടോ. പിന്നെ മിറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരുവിധം പണികൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒന്ന് കിടക്കുക ചെയ്യാറ്. അപ്പോൾ ഇന്നിതാ ഞാനിപ്പോൾ മിറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാനും പൊന്നുണ്ട് കേട്ടോ കൂടെ. അപ്പോൾ എന്നൊന്നും മിറ്റടിക്കാറില്ല, 2 ദിവസം കൂടുമ്പോൾ അല്ലാതെ കച്ചറാവുന്ന സമയത്താണ് മിറ്റടിക്കുള്ളൂ. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ വെയിൽ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങാനും അടിച്ചു വരാനൊന്നും പറ്റാറില്ല. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ ആ ഒരു മിറ്റടിക്കുന്ന ദിവസം പിന്നെ അത്താഴത്തിൽ നീച്ചിട്ട് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കിടക്കാറില്ല കേട്ടോ. പിന്നെ മിറ്റടിക്കാനൊക്കെ ഇറങ്ങും. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമാണിന്ന്. അങ്ങനെ വീടിൻ്റെ ചുറ്റുഭാഗം മിറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് മിറ്റം ഒരുപാടുണ്ട് കേട്ടോ, ബാക്കിലും സൈഡിലൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂട്ടാണ് അങ്ങനെ അടിച്ച് വരാറ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനും പൊന്നും കൂടിയിട്ട് സൈഡ് ഭാഗവും ഫ്രണ്ട് ഭാഗവും മാത്രമായിട്ട് അങ്ങനെ അടിച്ച് വരികയാണ്. ഇനി ഇതാ കുറച്ച് ഗോതമ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഉണക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോമ്പിൻ്റെ മുന്നേ എനിക്ക് ഗോതമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് കിട്ടിയത്. അപ്പം ഇനി ഇതൊന്ന് കഴുകിയിട്ടൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ ഫ്രണ്ടിലത്തെ ഒരു പൈപ്പിൽ തന്നെയാണ് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതാ ഉണക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിതൊരു ഇവിടെ ഒരു മേശയുണ്ട്, ഞങ്ങൾ അങ്ങനെ മുളകും അരിയൊക്കെ ഉണക്കുന്ന ഒരു മേശയുണ്ട്. അപ്പോൾ അതിലൊരു തുണി വെച്ചിട്ട് നന്നായിട്ട് നിന്നുകൊണ്ട് ഉണക്കിയെടുക്കുകയാണ്. അപ്പോൾ നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ ഒരു ദിവസം മതിയാവും കേട്ടോ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്ന് ഫ്രഷായി ഒന്ന് കിടന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ നീറ്റിയത് കേട്ടോ. പിന്നെ കിച്ചണിലേക്ക് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴാണ് വന്നത്. അപ്പോൾ ഒന്ന് സിമ്പിളായിട്ടുള്ളൊരു നോമ്പ് തുറയാണ്. അപ്പോൾ ഞാൻ വെള്ളപ്പത്തിന് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വന്നിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്, പൊന്തിയിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ വീണ്ടും നന്നായിട്ട് തന്നെ പൊങ്ങി വന്നുകൊണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇളക്കിയിട്ടൊന്ന് അടച്ച് വെക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വെള്ളപ്പവും മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നോമ്പായ ശേഷം ഇതുവരെ അങ്ങനെ മീൻകറി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. മീൻകറി ചോറൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് മീൻകറി കൂട്ടാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ മുളക് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സ്നാക്സായിട്ട് ഞാനിന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. പിന്നെ ഇതിലേക്കുള്ള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും മുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഞാനിപ്പോൾ കിച്ചണിലേക്ക് വന്നാൽ തന്നെ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കേണ്ടത് വെച്ചെങ്കിൽ അതൊക്കെ ആദ്യം ആ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് എടുത്ത് വെക്കും കേട്ടോ. പിന്നെ നമ്മളത് ആ ഒരു നോമ്പ് തുറക്കാൻ സമയമാകുമ്പോൾ ചിലപ്പോൾ തിരക്കുള്ള സമയമാകും. അപ്പോൾ ചിലപ്പോൾ അതാ ജ്യൂസ് അടിക്കാൻ മറന്നു, അല്ലെങ്കിൽ ആ ഫ്രൂട്ട് എടുക്കാൻ മറന്നു, അങ്ങനെയുള്ളൊരു ഇത് വേണ്ട വെച്ചിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നേക്കുണ്ടെന്ന് എന്തൊക്കെ ഉണ്ടാക്കണം വെച്ചാൽ അതൊക്കെ ആദ്യം തന്നെ ആ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് എടുത്ത് വെക്കും. അപ്പോൾ പിന്നെ ഓർമ്മ വരും നമുക്ക് പഴയ കൂടെ തന്നെ അതും അങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് ഉരുളക്കിഴങ്ങ് വെന്തപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ബീഫിൻ്റെ കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ബീഫ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു കട്ട്ലേറ്റും കൂടി ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സപ്പോർട്ട് വെച്ചിട്ടുള്ളൊരു ഷെയ്ക്കും കൂടി ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലൊരു വെറൈറ്റി ടേസ്റ്റിലുള്ളൊരു ഷെയ്ക്കാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു പച്ചമുളകും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉള്ളിയും പച്ചമുളകൊക്കെ എടുക്കാം കേട്ടോ. നമ്മൾ എത്ര ഉണ്ടാക്കേണ്ട അളവും കാര്യങ്ങളൊക്കെ വീട്ടിൽ എത്ര പേരുള്ളത് അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് വല്ലാതെ വഴന്ന് വരുമൊന്നും വേണ്ട, ചെറിയൊരു കടിക്കുന്ന രീതിയിൽ മാത്രമേ ഞാൻ വഴറ്റിയെടുത്തിട്ടുള്ളൂ. പിന്നെ ഇഞ്ചിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ കുരുമുളകും പിന്നെ 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേറെ നമ്മൾ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ബീഫ് മിക്സർ ചാർട്ടൊന്നുണ്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. കാരണം ബീഫ് നല്ല വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും മിക്സർ ചാർട്ട് അടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കൈക്കൊണ്ട് തന്നെ ഒന്ന് ഞരടിയെടുത്താൽ മതി. ഞാനൊന്ന് ജസ്റ്റ് കറക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കറക്കിയെടുത്തത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് അരഞ്ഞ് പോവുകയും ചെയ്ത്.
പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ബീഫും ഉള്ളിയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഉടച്ചിട്ട് വെച്ചിട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക് തന്നെയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൽ ഇരുന്നിട്ട് ഒന്ന് ചൂട് പോയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കാം. കൈ കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഞരട്ടി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് തന്നെ പോയതിന് ശേഷം കയ്യിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്, കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടിച്ച് ആ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലുള്ള കുപ്പിയുടെ അടപ്പൊക്കെ അല്ലേ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ആയി കിട്ടൂട്ടോ. അപ്പോൾ ആ ഒരു കുപ്പിയുടെ അടുപ്പിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും തേച്ച് കൊടുത്താൽ മതി, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് കൈകൊണ്ട് തന്നെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നത് മാത്രം. അപ്പോൾ എല്ലാം ഇതുപോലെ ഞാനൊന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റിൻ്റെ ഒരു ടിപ്സും കൂടി ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കിയതിന് ശേഷം കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് അതിലൊന്ന് ഇത് ടിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു കട്ട്ലേറ്റ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ചെയ്യും. പിന്നെ ഒട്ടും അങ്ങനെ എണ്ണ കുടിക്കൊന്നുമില്ല. പിന്നെ നമ്മൾ എണ്ണയിൽ ഇട്ട സമയത്ത് ഇത് പൊട്ടി പോകുന്നില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ആ ഒരു മൈദപ്പൊടിയിലൊന്ന് ടിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഇതുപോലെ ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതിൽ നിന്ന് എല്ലില്ലാത്ത പീസൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ, നമുക്ക് ഇനി പിന്നീട് സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലത്തെ കറിലും കാര്യങ്ങളൊന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ. ലിവറൊന്നും ഞാൻ എടുക്കലില്ല, അതൊക്കെ ഞാൻ പൂച്ചക്ക് കൊടുക്കുക ചെയ്യാറ്. അങ്ങനെ ഞാൻ തന്നിട്ട് നല്ല പീസുകളൊക്കെ വേറെ മാറ്റിയിട്ട് അങ്ങനെ വെക്കും. പിന്നെ അതിൽ എല്ലില്ലാത്ത പീസ് വേറെ 2-3 പാത്രത്തിലാക്കി വെക്കും കേട്ടോ. അതിപ്പോൾ എന്നും ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ നോമ്പല്ലെങ്കിലും ഇതുപോലെ ചെയ്യുന്നതാണ്. സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെക്കാറുണ്ട്. കാരണം അത് നമ്മൾ കറിയിലൊന്നും ഇട്ട് അങ്ങനെ ആരും അങ്ങനെ കഴിക്കില്ല. പിന്നെ പൊരിക്കുകയാണെങ്കിലും ആ ഒരു എല്ലില്ലാത്ത പീസാകുമ്പോൾ ആരും അത് അങ്ങനെ കഴിക്കില്ല. പിന്നെ ഒരു മുട്ട ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് ആദ്യം നമ്മൾ ഒരു മുട്ടയിലൊന്ന് ടിപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അതിലേക്കും ഒന്ന് ടിപ്പ് ചെയ്യുക. അപ്പോൾ ഞാനിത് കുറച്ച് ബ്രെഡ് ഒന്ന് മിക്സർ ചാർട്ടൊന്നുകൊണ്ട് പൊടിച്ചെടുത്താണ് കേട്ടോ. എൻ്റെ ബ്രെഡ് ക്രംസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്രെഡ് ഒന്ന് മിക്സർ ചാർട്ടൊന്നുകൊണ്ട് പൊടിച്ചെടുത്താണ്. അപ്പോൾ അതിലൊന്ന് ടിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ മിന്നുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്പം. അപ്പോൾ ഈ ഒരു വൈകുന്നേരം ആകുമ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേനും കുട്ടികളൊക്കെ വരും ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും വെള്ളം കലക്കാനും ജ്യൂസ് ഉണ്ടാക്കലും അതൊക്കെ അവരാണ് ചെയ്യാറ് കേട്ടോ. ഞാൻ എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതി. പിന്നെ ടേബിളിലേക്കുള്ള എല്ലാതും ബാക്കിയുള്ള എല്ലാ കാര്യം അവർ തന്നെ റെഡിയാക്കി എടുക്കും. അപ്പോൾ എല്ലാം ഞാൻ ആ ഒരു ബ്രെഡിൽ ടിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഏറ്റവും പുളിയൊക്കെ ഇങ്ങനെ കഴിക്കാൻ തോന്നുന്ന ഒരു സമയമല്ലേ ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ പൈനാപ്പിളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് മുളക് ഇട്ട് കൊടുത്താണ്, നടു കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് സുർക്കം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് മുളകൊന്ന് ചതച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വല്ലാതെ എരിവ് വേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ ഇഷ്മോൾക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഞാൻ ഷേക്കിലേക്കുള്ള ആ ഒരു സപ്പോർട്ടൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പോളം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പാലില്ല, ആദ്യം ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാൽ മാത്രമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുണ്ടെങ്കിൽ ഹോർലിക്സ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഹോർലിക്സ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ബൂസ്റ്റ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ 5 രൂപയുടെ ചെറിയൊരു പാക്കറ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മേഡ് ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഷേക്കാനുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മേലെ ലാസ്റ്റ് നമുക്ക് ചോക്ലേറ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിടുക, അല്ലെങ്കിൽ നട്ട്സ് വേണമെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി കേട്ടോ. അങ്ങനെ ജ്യൂസൊക്കെ റെഡിയാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട്ലേറ്റ് ഓരോന്നായിട്ട് തന്നെ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഒരു ഭാഗം ചെറിയ കളറായ സമയത്തൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉൾഭാഗം നന്നായി വെന്തത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു പുറം ഭാഗം ഒന്ന് ക്രിസ്പിയായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി കട്ട്ലൈറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കനാണ് ഉള്ളത് വെച്ചെങ്കിൽ ചിക്കൻ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് മസാലയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കട്ട്ലൈറ്റാണ്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതാ ഞാൻ ഒരു മുളക് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഒന്ന് പിന്നെ ഏട്ടയാണ് ഒരു മത്തിയോ മാതളോ കിട്ടുമെങ്കിൽ വാങ്ങാൻ പറഞ്ഞപ്പോൾ ഏട്ടയാണ് കിട്ടിയ കേട്ടോ. അപ്പോൾ ചെറിയ ഏട്ടക്കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പീസ് എടുത്തിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു, മുളക് കറി. അപ്പോൾ ഞാൻ മുളക് കറി ഇതുപോലെ വെക്കാറ് കേട്ടോ. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് പിന്നെ ഇതിലേക്ക് തക്കാളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൊടിയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. കാരണം ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈക്കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഞെരടി എടുക്കും കേട്ടോ. ആ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് ഉടയുന്ന രീതിയിൽ തന്നെ ഞെരടി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് പുളി ഒഴിക്കാൻ താല്പര്യമുള്ള ഒരാഴ്ചയ്ക്ക് പുളി ഒഴിക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മൂവാണ്ടൻ്റെ മാങ്ങയാണുള്ളത്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൂവാണ്ടൻ മാങ്ങ ആയതുകൊണ്ട് അതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. മൂവാണ്ടൻ മാങ്ങ ആകുമ്പോൾ അതിൻ്റെ തൊലി തീരെ കട്ടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ അത്യാവശ്യം വലിയ പീസുകളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരട്ടെ. ഈ ഒരു മാങ്ങയും മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ വെന്തിട്ടൊന്ന് വെള്ളം ഒന്ന് ചെറുതായി വറ്റിയ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ മീനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് കറിയാക്കിയിട്ടൊന്നും വെക്കുന്നില്ല കേട്ടോ. കാരണം ഒരുപാട് കറിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അധികമൊന്നും ചിലവാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമാണ് വെക്കുന്നത്. കാരണം നമ്മുടെ നോമ്പായിട്ടാണ് ചോറൊന്നും തന്നെ വെക്കാത്തതുകൊണ്ട് പിന്നെ ഈ ഒരു കറി പിന്നീട് ആരും കഴിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമായിട്ടാണ് വെക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ വെള്ളപ്പം ചുട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2-3 റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഇഡ്ഡലിയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരു ദിവസം ഞാൻ ഇഡ്ഡലിയുടെ റെസിപ്പി ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഒരു മീൻകറിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ കുറച്ച് മീനെടുത്തിട്ടൊന്ന് മസാലയൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീൻ വെന്തതിന് ശേഷം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മീതെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മീൻകറിയുടെ ഒരു പണി. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് അപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മീനും ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോമ്പ് തുറക്കാളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു നോമ്പ് തുറയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് എല്ലാവരും